ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ അതൊരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചേർത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 തക്കാളി, 2-3 തൊണ്ടൻ മുളകും, സാധാരണ പച്ചമുളകും, 1-2 തണ്ട് കറിവേപ്പിലയും, ഒരു 8-10 ചെറിയ ഉള്ളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കറിക്കൊണ്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതിലോട്ട് 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകവും, 2 കഷ്ണം വെളുത്തുള്ളിയും, ഒരു 4-5 ചെറിയുള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് പോലെ അരച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു തക്കാളിയും ആ ഒരു ചെറിയുള്ളിക്ക് ഒന്ന് ഒതുങ്ങി വന്നതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ തലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളിന് കറിയിൽ ചെമ്മീൻ തപ്പുമ്പോൾ ചെമ്മീൻ കിട്ടാതിരിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ചെമ്മീനും കൂടെ എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ചെമ്മീൻ തലയൊക്കെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു കളർ മാറുന്നതിന് ശേഷം മാത്രം പൊടികൾ ചേർത്താൽ മതി. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ആ ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു മീനിലൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ, ചെമ്മീനിലോട്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെമ്മീൻ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 2 കഷ്ണം കുടംപുളിയും കൂടെ ചേർത്തെടുക്കാം. സാധാരണ പിഴിപുളിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാളംപുളിയിൽ അത് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തിട്ട് അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. അപ്പം എപ്പോഴും നമ്മൾ ചെമ്മീൻ കറിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് കുടംപുളി ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒക്കെ നല്ലത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്തെടുക്കാം. ഞാൻ ഇപ്പോൾ എന്തായാലും വീണ്ടും ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഒന്നും കൂടെ തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ഒരു കാര്യം ചേർത്തില്ലായിരുന്നു, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീൻ കറി തലക്കറി റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഒരു ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളിയും, പിന്നെ അതുപോലെ തന്നെ ഒരു 10-15ഓളം ചെറിയുള്ളി തൊലി കളഞ്ഞത്, പിന്നെ 1 ടീസ്പൂണോളം മുഴുവൻ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ക്രഷ് ചെയ്തെടുത്താൽ മതി, ഓൾറെഡി അരച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു പ്രോൺസിലോട്ട് ചേർത്തെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസാണ്, അതിലേക്ക് നമുക്ക് ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. ഈ മുളക് പൊടി അത്യാവശ്യം കളർ മാത്രമേ ഉള്ളൂ, ഒട്ടും തന്നെ എരിവില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ആ ഒരു ചെമ്മീൻ തലക്കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെമ്മീൻ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇത് ഒരു ചെറിയൊരു വേർഷൻ മാത്രമാണ് കേട്ടോ. അത്യാവശ്യം ടേസ്റ്റുള്ള കറി തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ തല വെറുതെ വേസ്റ്റ് ആയി കളയണ്ട, നമുക്ക് ചോറിന് ഒഴിച്ച് കഴിക്കാനൊരു കറിയും ആവും. അപ്പോൾ തല കളയാൻ വേണ്ട, മനസ്സിലായി. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റുള്ള സംഭവമാണ് ഈ ഒരു ചെമ്മീൻ തലയെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒഴിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കറി. ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഒരു ക്യാബേജ് വെച്ചിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊരു കടായിലോട്ട് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അത് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ക്യാബേജും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെയായിട്ട് ഞാൻ ഇത് തോരൻ വെച്ചെടുക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളി വെളുത്തുള്ളി 2-3 പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് ആ ഒരു കൂട്ടും കൂടെ നമുക്കിതിലേക്ക് വെച്ച് അടച്ച് വെച്ച് വീണ്ടും ഒരു 8 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ചില കേബേജൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും, ചിലത് കുറച്ച് സമയം എടുക്കും കേട്ടോ വെന്ത് വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൊഞ്ച് തലക്കറി ഉണ്ടല്ലോ, അതാ നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇതിനിടയ്ക്ക് ഞാൻ ചോറും ഒന്ന് വേവിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ ഒരു പാനിലോട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഒരു സീ ഫുഡ് ഐറ്റംസൊക്കെ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് കുറച്ച് നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് ഈ പ്രോൺസ് എന്നുള്ള വെള്ളമൊക്കെ തന്നെ ഇങ്ങനെ വരും. ആ ഒരു വെള്ളത്തിൽ വേണം ഈ ഒരു പ്രോൺസ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇടവിട്ടുണ്ടെങ്കിൽ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൊണ്ടെങ്കിൽ അതൊക്കെ ചേർത്തെടുക്കാം കേട്ടോ.
ഒരു മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു മസാല ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തെടുക്കും. അപ്പോൾ നെയ്യ് ചേർക്കുന്ന സമയത്ത് ഒരു കളർ ഡിഫറൻസ് ഭയങ്കരമായിട്ട് മാറും കേട്ടോ. പെട്ടെന്ന് ആ ഒരു ചെറിയൊരു കളർ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് കാണിക്കും കേട്ടോ. ഒരു മസാല കാണാൻ തന്നെ ഒരു ഭയങ്കര ലുക്കായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്തത് ഈ ഒരു പാകത്തിന് ശേഷം നമുക്കത് ആ ഒരു പാനിൽ നിന്ന് മാറ്റാം. എപ്പോഴും നമ്മൾ അയൺ പാനിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾക്ക് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചൂടോട് കൂടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഒരു സാധനം അതിലങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ. കളർ മാറാനുള്ള ചാൻസ് ഒന്നും കൂടെ കൂടുതലാണ്. അപ്പോൾ അത് ചെമ്മീൻ തവ റോസ്റ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആ ഒരു ചട്ടിയിലോട്ട് തന്നെ നല്ല ചൂട് ചോറിട്ട് ഇങ്ങനെ കുഴച്ചടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കട്ടെ. ഇതുപോലെ ഒരുപാട് എണ്ണ പാടില്ല, എങ്കിലും ഒരു മസാലയൊക്കെ പറ്റിയിരിക്കുന്നതിൽ. അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറുവരിച്ചോറും ചെമ്മീൻ തലക്കറിയും പിന്നെ ആ ഒരു ക്യാബേജ് തോരനും പിന്നെ അതുപോലെ തന്നെ ഒരു ചെമ്മീൻ തവ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ യൂട്യൂബിലാണ് നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.